Hello dear students, welcome to Math Root. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ 5th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള കോംപ്ലക്സ് അനാലിസിസ് ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സ് പ്ലെയിനെ കുറിച്ചാണ്. നമുക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. എ കോംപ്ലക്സ് നമ്പർ z is equal to x plus iy is uniquely determined by an ordered pair of real numbers x, y. നമ്മുടെ കയ്യിൽ z is equal to x plus iy എന്നുള്ളൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു റിയൽ നമ്പേഴ്സിന്റെ ഒരു ഓർഡേർഡ് പെയർ നമുക്ക് ഉണ്ടായിരിക്കും. അതാണ് ഇവിടുത്തെ ഐഡിയ. ഓക്കെ, അപ്പൊ ഏതൊരു കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള ഫോമിൽ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് കോമ വൈ എന്നുള്ള രൂപത്തിൽ ഒരു റിയൽ നമ്പർ, ഒരു ഓർഡേർഡ് പെയർ ഓഫ് റിയൽ നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എൻട്രീസ് ഓഫ് ദി ordered pairs corresponds in turn with the real and imaginary part of the complex number. എന്ന് പറഞ്ഞ മീനിങ് ഇവിടുത്തെ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലിമെന്റ് എക്സ് എന്തായിരിക്കും? ഈ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് ആയിരിക്കും. ഇവിടുത്തെ വൈ എന്തായിരിക്കും? ഈ കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ട് ആയിരിക്കും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു ഓർഡേർഡ് പെയർ ആണ് ഇത് 2, -3. അങ്ങനെയാണെങ്കിൽ ഈ 2 റിയൽ പാർട്ടും -3 ഇമാജിനറി പാർട്ടും ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് നമ്പർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നോക്കൂ, ഏതായിരിക്കും കോംപ്ലക്സ് നമ്പർ? z is equal to 2 - 3i. ഓക്കെ, ഇനി നേരെ തിരിച്ചാണെങ്കിലോ, നമ്മുടെ കയ്യിൽ z is equal to 2 - 3 എന്നുള്ള കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2, -3 എന്നുള്ള ഒരു ഓർഡേർഡ് പെയർ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നോക്കൂ, ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്, 7i and -5i. നോക്കൂ, ഇവിടെ ശരിക്കും 7 എന്ന് പറഞ്ഞാൽ ശരിക്കും മീനിങ് എന്താണ്? 7 എന്ന് പറഞ്ഞാൽ ശരിക്കും മീനിങ് അത് 7 + 0i അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ റിയൽ പാർട്ട് ഏതാണ്? 7ഉം ഇമാജിനറി പാർട്ട് 0ഉം. അപ്പൊ ഇത് 7 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് 7 + 0i ആണ്. അപ്പൊ 7 0 ആയിട്ടായിരിക്കും എന്ത്? അത് കറസ്പോണ്ട് ചെയ്യാം. ഇത് നോക്കൂ, ഇവിടെ i എന്നുള്ള ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. i എന്ന് പറഞ്ഞാൽ ശരിക്കും മീനിങ് എന്താ? 0 + 1i എന്നല്ലേ? അല്ലേ? അപ്പൊ നോക്കൂ, ഈ i എന്ന് പറഞ്ഞാൽ 0 + 1i ആണ്. അപ്പൊ i എന്നുള്ള കോംപ്ലക്സ് നമ്പർ എന്ത് ഓർഡേർഡ് പെയർ ആയിട്ടാണ് കറസ്പോണ്ട് ആയിരിക്കുക? 0, 1 ആയിട്ട് കറസ്പോണ്ട് ആയിരിക്കും. ഇത് നോക്കൂ, അടുത്ത കോംപ്ലക്സ് നമ്പർ -5i ആണെങ്കിലോ, -5i ആണെങ്കിൽ നമുക്കറിയാം അത് 0 - 5i ആണ്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡേർഡ് പെയർ ഏതായിരിക്കും? 0, -5i. ഓക്കെ, നെക്സ്റ്റ് കോംപ്ലക്സ് പ്ലെയിൻ എന്താണെന്ന് നോക്കാം. ബിക്കോസ് ഓഫ് ദി കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ എ കോംപ്ലക്സ് നമ്പർ z is equal to x plus iy and one and only one point x, y in a coordinate plane, we shall use the terms complex number and point interchangeably. അപ്പോൾ നമുക്കറിയാം, ഏതൊരു കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് ഐ വൈ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരേ ഒരു പോയിന്റ് എക്സ്, വൈ ഉണ്ടായിരിക്കും. നേരെ തിരിച്ചും പറയാം, ഏതൊരു പോയിന്റ് എക്സ്, വൈ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരേ ഒരു കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് ഐ വൈ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം? ഒരു പോയിന്റ് എന്ന് യൂസ് ചെയ്യാം. ഇനി വേണമെങ്കിൽ പോയിന്റിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കോംപ്ലക്സ് നമ്പർ എന്ന് യൂസ് ചെയ്യാം. കാരണം എന്താണ്? ഇത് കോംപ്ലക്സ് നമ്പർ ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടായിരിക്കും. ഇനി ഞാനിവിടെ എക്സ് ആക്സിസ് വരച്ചു. ഓക്കെ, അതേപോലെ വൈ ആക്സിസ് വരച്ചു. ഓക്കെ, സപ്പോസ് ഇതാണ് നമ്മുടെ എക്സ് എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് വിചാരിക്കുക. അപ്പൊ ഇതായിരിക്കുമല്ലോ എക്സ് എന്നുള്ള പോയിന്റ്. അതേപോലെ ഇതാണ് എന്ത്? വൈ എന്നുള്ള ഹൈറ്റ്. അപ്പൊ ഇതായിരിക്കുമല്ലോ വൈ എന്നുള്ള പോയിന്റ്. അപ്പൊ എക്സ്, വൈ എന്നുള്ള ഓർഡേർഡ് പെയർ ഇവിടെ ഈ പ്ലെയിനിൽ എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക? ഈ എക്സും വൈയും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് അതാണല്ലോ ഇത്. അപ്പൊ ഈ പോയിന്റ് ആണ് ഏത്? എക്സ്, വൈ. അപ്പൊ നോക്കൂ, ഈ എക്സ്, വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കോംപ്ലക്സ് നമ്പർ ഏതായിരിക്കും? z is equal to x plus iy. അപ്പൊ നോക്കൂ, ഞാൻ ഇവിടെ എക്സ്, വൈ എന്നുള്ള ഈ ഒരു ഓർഡേർഡ് പെയറിനെ ഈ പ്ലെയിനിൽ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കറിയാം ഒരു കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് ഐ വൈ ഉണ്ടായിരിക്കും. ഈ മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലെയിനെയാണ് നമ്മൾ എന്ത് പറയാം? നമ്മുടെ കോംപ്ലക്സ് പ്ലെയിൻ അല്ലെങ്കിൽ സിംപ്ലി z പ്ലെയിൻ എന്ന് പറയാം. അപ്പൊ സിമ്പിൾ ആയിട്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഓർഡേർഡ് പെയർസിനെ നമ്മൾ മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലെയിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? കോംപ്ലക്സ് പ്ലെയിൻ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് z പ്ലെയിൻ എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു എക്സ് ആക്സിസ് ഉണ്ടല്ലോ, ഈ എക്സ് ആക്സിസിനെ നമ്മൾ പറയാം റിയൽ ആക്സിസ് എന്നാ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ ആണ് എക്സ് ആക്സിസ്, അത് നമ്മൾ റിയൽ ആക്സിസ് എന്നാണ് നോർമൽ ആയിട്ട് പറയാം.
അതുപോലെ ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ആക്സിസ് ആണ് ഏത് y ആക്സിസ്. അത് നമ്മൾ പറയാം ഇമാജിനറി ആക്സിസ് എന്നാ പറയാം. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മുടെ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് ഉണ്ടായിരിക്കുക എവിടെ ആയിരിക്കും? ഈ റിയൽ ആക്സിസിലായിരിക്കും. നമ്മുടെ കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ട് ഉണ്ടായിരിക്കുക എവിടെ ആയിരിക്കും? ഈ ഇമാജിനറി ആക്സിസിലായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ എക്സ് ആക്സിസിനെ പറയുന്ന പേരാണ് റിയൽ ആക്സിസ്. ഓക്കെ, അതേപോലെ y ആക്സിസിനെ പറയുന്ന പേരാണ് ഇമാജിനറി ആക്സിസ്. ഓക്കെ, ഞാനിവിടെ റിയൽ ആക്സിസിൽ കുറച്ച് നമ്പേഴ്സിനെ ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണ്. 1, 2, 3 ഒരു 3 നമ്പേഴ്സിനെ ഞാൻ മാർക്ക് ചെയ്തു. അതേപോലെ ഇത് ഇമാജിനറി ആക്സിസ് ആണല്ലോ, ഇവിടെ ഉണ്ടായിരിക്കുക ഇമാജിനറി നമ്പേഴ്സാ എന്ന് പറയുമ്പോൾ i ഉള്ള നമ്പേഴ്സ് ഉണ്ടായിരിക്കുക. അപ്പൊ ഇത് 1 ആണെങ്കിൽ ഇതിനെ 1i എന്ന് എഴുതാം. അപ്പൊ സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ അതിനെ i എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇത് 2 ആണെങ്കിൽ ഇവിടെ 2i എന്ന് ഉണ്ടായിരിക്കുക. ഓക്കെ, അങ്ങനെ അങ്ങനെ പോകും. അപ്പൊ ഇവിടെ ഈ ആക്സിസിൽ ഇമാജിനറി നമ്പേഴ്സ് ഉണ്ടായിരിക്കുക, ഈ ആക്സിസിൽ റിയൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നോക്കൂ, എനിക്ക് ഇപ്പോ 3 + 2i എന്നുള്ള കോംപ്ലക്സ് നമ്പർ വേണം. 3 + 2i. ഓക്കെ, സെറ്റ് ഇസ് ഈക്വൽ ടു 3 + 2i. അപ്പൊ നോക്കൂ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡേർഡ് പെയർ ഏതായിരിക്കും? 3, 2 അല്ലേ? ഓക്കെ, ഇവിടെ 3ഉം ഇവിടെ 2ഉം. അപ്പൊ നോക്കൂ, എക്സ് ആക്സിസിലെ 3 എന്ന് പറയുന്നത് ഇതാണ്, y ആക്സിസിലെ 2 എന്ന് പറയുന്നത് ഇതാണ്. ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഏതാണെന്ന് നോക്കാം നമ്മൾ. ഇതായിരിക്കും എന്ത് നമ്മുടെ 3, 2 എന്നുള്ള പോയിന്റ്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ 3, 2 എന്നുള്ള പോയിന്റ്. ഓക്കെ, ഈ ഇവിടേക്ക് ആയിരിക്കും എന്ത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുക? ഇതിന് ഈ 3, 2 എന്നുള്ള പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റും? 3 + 2i എന്നുള്ള ഒരു കോംപ്ലക്സ് നമ്പർ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, a complex number z is equal x plus iy can also be viewed as two-dimensional position vector. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കോംപ്ലക്സ് നമ്പർ ഒരു 2-dimensional പൊസിഷൻ വെക്ടർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് എ വെക്ടർ whose initial point is the origin and whose terminal point is the point x, y. അതായത് നമ്മുടെ വെക്ടറിന്റെ ഇനീഷ്യൽ പോയിന്റ് 0, 0 എന്നുള്ള പോയിന്റ്, അതായത് ഒറിജിനും ടെർമിനൽ പോയിന്റ് x plus iy ലെ കോർഡിനേറ്റ്സ് ആയിട്ടുള്ള x, y. അപ്പൊ നോക്കൂ, ഞാൻ ഇവിടെ ഒരു വെക്ടർ 2-dimensional പൊസിഷൻ വെക്ടർ ഞാൻ വരയ്ക്കാൻ പോവാണ്. നമുക്ക് നമ്മുടെ ഒറിജിൻ ഏതാണ്? ഇതാണല്ലോ ഒറിജിൻ. ഓക്കെ, നമ്മുടെ എക്സ് ആക്സിസും y ആക്സിസും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഒറിജിൻ. ഇനി നോക്കൂ, ഞാനിവിടെ എനിക്ക് എന്ത് വേണം? ഒരു 3 + 2i എന്നുള്ള അല്ലെങ്കിൽ ഒരു 3, 2 എന്നുള്ള പോയിന്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ 0, 0 ഉണ്ട്, 3, 2 ഉണ്ട്. ഈ രണ്ട് പോയിന്റിനെ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പൊസിഷൻ വെക്ടർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഏതാണ് വെക്ടർ? ഇതാണല്ലോ ആ വെക്ടർ. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ പോയിന്റ് 0, 0യും ടെർമിനൽ പോയിന്റ് 3, 2 ആയിട്ടുള്ള ഒരു പൊസിഷൻ വെക്ടർ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. സോ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിനെ ജനറൽ ആയിട്ട് പറയുമ്പോൾ ഫിഗർ ആണത്. ഇതാണ് നമ്മുടെ 0, 0 എന്നുള്ള ഒറിജിൻ പോയിന്റ്. ഈ പോയിന്റ് ഏതായിരിക്കും? നമുക്കറിയാം x, y ആണ്. അപ്പൊ ഇത് ഈ രണ്ട് പോയിന്റിനെ കണക്ട് ചെയ്യുന്ന പൊസിഷൻ വെക്ടർ ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഈ പൊസിഷൻ വെക്ടർ ഏതാണ്? നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ x plus iy എന്നുള്ള കോംപ്ലക്സ് നമ്പർ ആണ്. ഓക്കെ, ഇനി നോക്കൂ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പൊസിഷൻ വെക്ടറിന്റെ ലെങ്തിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഒരു വെക്ടറിന് എന്നിട്ടായിരിക്കും ലെങ്ത് ഉണ്ടായിരിക്കുമല്ലോ. ഇനി ആ ലെങ്തിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദിസ് വെക്ടർ ഇന്റർപ്രിട്ടേഷൻ prompts us to define the length of the vector z as the distance root of x square plus y square from the origin to the point x, y. നമുക്കറിയാം, ഇവിടെ നോക്കൂ, ഇവിടെ 0, 0യും x, y എന്നുള്ള രണ്ട് പോയിന്റ് ഉണ്ട്. രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണല്ലോ എന്ത്? ഈ വെക്ടറിന്റെ ലെങ്ത്. ഈ വെക്ടറിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. നമുക്കറിയാം, ഡിസ്റ്റൻസ് ഫോർമുല നമുക്കറിയാം എന്താണ്? റൂട്ട് ഓഫ് x - 0 ഹോൾ സ്ക്വയർ പ്ലസ് y - 0 ഹോൾ സ്ക്വയർ. ഓക്കെ, രണ്ട് പോയിന്റ്സ് തന്നാൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? x - 0 ഹോൾ സ്ക്വയർ പ്ലസ് y - 0 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ ഒറിജിൻ ആയതുകൊണ്ട് നമ്മളത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. അപ്പൊ ഈ വെക്ടറിന്റെ ലെങ്ത് എന്താണ്? റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ വെക്ടറിന്റെ ലെങ്ത് റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ആണ്. സോ നമ്മൾ പറഞ്ഞ ഈ ലെങ്ത് ഉണ്ടല്ലോ, ഈ വെക്ടറിന്റെ ഈ ലെങ്ത്തിനെയാണ് നമ്മൾ ഒരു പുതിയ പേര് പറയുന്നത് മോഡുലസ്. ഓക്കെ, അപ്പൊ നമുക്കതൊരു ഡെഫിനിഷൻ ആയിട്ട് പറയാം. ഓക്കെ, മോഡുലസ്. ദി മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ z is equal to x plus iy is the real number
മോഡ് z is equal to root of x square plus y square. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ z is equal to x plus iy ന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു റിയൽ നമ്പർ ആണ്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, അതായത് ഇതിന്റെ റിയൽ പാർട്ടിനെ സ്ക്വയർ ചെയ്യുക, ഇമാജിനറി പാർട്ടിനെ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് അതിന്റെ പോസിറ്റീവ് റൂട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നമ്പർ ഉണ്ടായിരിക്കും, അത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആവില്ല. ആ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡുലസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോഡുലസ്, ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ ആ കോംപ്ലക്സ് നമ്പറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടറിന്റെ ലെങ്ത് ആണ്. ഓക്കെ, ദി മോഡുലസ് mod z of a complex number z is also called the absolute value of z. നമ്മൾ മോഡുലസിന്റെ മറ്റൊരു പേര് പറയും, എന്താണ്? ആബ്സല്യൂട്ട് വാല്യൂ. ഓക്കെ, നമുക്ക് പല പേരുകളുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഓക്കെ, we shall use both words modulus and absolute values throughout this text. ഈ ടെക്സ്റ്റിൽ നമ്മൾ രണ്ട് പേരും പറയുന്നുണ്ട്, മോഡുലസ് എന്ന പേരും പറയുന്നുണ്ട്, ആബ്സല്യൂട്ട് വാല്യൂ എന്നുള്ള പേരും പറയുന്നുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ z is equal to 2 - 3 എന്നുള്ളൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. ഇതിന്റെ ലെങ്ത് നമുക്ക് ഫൈൻഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇതിന്റെ മോഡുലസ് ആണല്ലോ. അപ്പോൾ മോഡ് z is equal to നമുക്കറിയാം റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് -3 സ്ക്വയർ. നോക്കൂ, 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണ്, -3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ആണ്. അപ്പോൾ റൂട്ട് 13 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഇത് നോക്കൂ, ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടറിന്റെ ലെങ്ത് എത്രയാണ്? റൂട്ട് 13 യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ കോംപ്ലക്സ് നമ്പർ z is equal to -9i ആണെങ്കിലോ? -9i ആണെങ്കിൽ സിമ്പിളായിട്ട് മോഡ് z is equal to റൂട്ട് ഓഫ് സിമ്പിളായിട്ട് -9 സ്ക്വയർ. ഓക്കെ, അതിൻ്റെ അടുത്തുള്ള ഇമാജിനറി പാർട്ട് -9 സ്ക്വയർ. ഇവിടെ റിയൽ പാർട്ട് ഇല്ല, അപ്പോൾ നമ്മൾ റിയൽ പാർട്ട് 0 ആണ്, അപ്പോൾ 0 സ്ക്വയറിന് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നോക്കൂ, റൂട്ട് ഓഫ് -9 സ്ക്വയർ എന്ന് പറയുമ്പോൾ 81 ആണ്, റൂട്ട് 81 എന്ന് പറയുമ്പോൾ 9 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ കോംപ്ലക്സ് നമ്പറിന്റെ പൊസിഷൻ വെക്ടറിന്റെ ലെങ്ത് എത്രയാണ്? 9 ആണെന്ന് കിട്ടി. ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ z × z ബാർ എന്തായിരിക്കും? x + iy × x - iy. നോക്കൂ, ഇത് a + b × a - b അല്ലേ? അപ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്, a² - b². അപ്പോൾ a² എന്ന് പറയുമ്പോൾ x² മൈനസ് b² എന്ന് പറയുമ്പോൾ iy². ഇവിടെ നോക്കൂ, x² അതേപോലെ എഴുതി, മൈനസ് ഉണ്ട് ഇവിടെ, ശരിക്കും ഒരു മൈനസ് ഉണ്ട്. പിന്നെ i² വാല്യൂ എന്തായിരിക്കും? മൈനസ് ആണ്. ആ മൈനസും കൂടെ ഇതെന്താവും? പ്ലസ് ആവും. പിന്നെ y² y². അപ്പോൾ z × z ബാർ നമുക്ക് മൾട്ടിപ്ലൈ എന്താ കിട്ടുക? x² + y². ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ഇതൊരു റിയൽ നമ്പർ ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ z × z ബാർ എപ്പോഴും ഒരു റിയൽ നമ്പർ ആയിരിക്കും. അതിൽ കോംപ്ലക്സ് നമ്പറിന്റെ അതുപോലെ ഇമാജിനറി പാർട്ട് ഉണ്ടാവില്ല, സിമ്പിൾ ആയിട്ടൊരു റിയൽ നമ്പർ ആയിരിക്കും. സോ നമ്മൾ പറഞ്ഞു z × z ബാർ എന്തായിരിക്കും? x² + y² ആയിരിക്കും. അതേപോലെ നമുക്കറിയാവുന്ന ഒരു റിസൾട്ട് ആണല്ലോ, നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ചു, മോഡ് z എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് x² + y² ആണ്. നോക്കൂ, ഇത് നമ്മൾ മോഡുലസിനെ കുറിച്ച് ഇപ്പോൾ പഠിച്ചു. നോക്കൂ, ഇതിന്റെ രണ്ട് ഭാഗത്ത് നിങ്ങൾ സ്ക്വയർ എടുത്ത് നോക്കൂ. മോഡ് z സ്ക്വയർ, മോഡ് z². ഈ സൈഡിൽ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് പോകും, അപ്പോൾ x² + y² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇതിന് ഞാനൊരു ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഓക്കെ, ഇനി ഞാനൊരു ഇക്വേഷൻ നമ്പർ 2 കൊടുത്തു. നോക്കൂ, ഇക്വേഷൻ നമ്പർ 1ന്റെ റൈറ്റ് സൈഡ് x² + y² ആണ്, 2ന്റെ റൈറ്റ് സൈഡും x² + y² ആണ്. അപ്പോൾ രണ്ട് ഇക്വേഷന്റെ റൈറ്റ് സൈഡ് സെയിം ആണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡ് സെയിം ആയിരിക്കും. എന്ന് പറയുമ്പോൾ ഇതാ മോഡ് z² എന്തിന് ഈക്വൽ ആണ്? z ബാറിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ റിസൾട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ മോഡ് z² = z ബാർ. അതാണ് ഈ കാണുന്ന റിസൾട്ട്. മോഡ് z² = z ബാർ. നോക്കൂ, ഇവിടെ സ്ക്വയർ ഉണ്ടല്ലോ, നിങ്ങൾ അവിടെ റൂട്ട് എടുക്കുക. അപ്പോൾ മോഡ് z² സ്ക്വയർ പോയിട്ട് മോഡ് z എന്നാവും, റൈറ്റ് സൈഡിൽ റൂട്ട് വരും, റൂട്ട് ഓഫ് z ബാർ. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, മോഡ് z² = z ബാർ. ഇനി മോഡുലസിന്റെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മോഡ് z1 × z2 മോഡ് z1 × മോഡ് z2 എന്ന് എഴുതാൻ പറ്റും. അതേപോലെ മോഡുലസ് ഓഫ് z1/z2 മോഡ് z1 / മോഡ് z2 എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? z1 ഉം z2 ഉം ഈക്വൽ ആണെന്ന് വിചാരിക്കുക. നമുക്ക് അതിന് എന്ത് ചെയ്താൽ മതി? ഒരു z ന് പേര് കൊടുത്താൽ മതി. രണ്ട് കോംപ്ലക്സ് നമ്പർ സെയിം ആണെങ്കിൽ രണ്ടിനും കൂടി ഒരു പേര് z ന് കൊടുത്താൽ മതി. ഇത് നമ്മൾ എന്ത് ചെയ്യാം? ഇതിൽ കൊടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? നോക്കൂടാ,
ഈ z1 ഇൻറ്റു z2 എന്ന് പറയുന്നത് z ഇൻറ്റു z എന്നാവും. എന്ന് പറയുമ്പോൾ z സ്ക്വയർ എന്നാവും. ഒരു മോഡുലസ് പുറത്തുണ്ട്. നോക്കൂ, ഈ മോഡ് z1 എന്ന് പറഞ്ഞാൽ എന്താണ്? z ആണ്. അപ്പോൾ മോഡ് z ഇൻറ്റു, ഇനി ഇതും എന്താണ്? z2 എന്ന് പറയുന്നതും z ആണ്, മോഡ് z. ഈ മോഡ് z ഇൻറ്റു മോഡ് z എന്ന് പറയുന്നത് മോഡ് z-ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ നോക്കൂ, മോഡുലസ് ഓഫ് z സ്ക്വയറും മോഡ് z സ്ക്വയറും സെയിം ആണ്. അങ്ങനെ റിസൾട്ടോടെ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് z സ്ക്വയറും മോഡ് z സ്ക്വയറും സെയിം ആണ്. ഓക്കെ, ഇതിന്റെ ഐഡിയ ഇതാണ്. നമ്മളൊരു കോംപ്ലക്സ് നമ്പറിനെ സ്ക്വയർ ചെയ്തിട്ട് അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നതും ലെങ്ത് കണ്ടിട്ട് സ്ക്വയർ ചെയ്യുന്നതും എന്താണ്? സെയിം എഫക്റ്റ് ആണ്. നമ്മുടെ കയ്യിൽ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. z1 ഈക്വൽ ടു x1 പ്ലസ് i(y1), അതുപോലെ z2 ഈക്വൽ ടു x2 പ്ലസ് i(y2). നോക്കൂ, നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ ആഡ് ചെയ്യണം. എന്ന് പറയുമ്പോൾ z1 പ്ലസ് z2 ആഡ് ചെയ്യണം. നോക്കൂ, നമുക്ക് z1നെ z2നെ ആഡ് ചെയ്യാം. നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ഓർഡേർഡ് പെയർസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ z1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡേർഡ് പെയർ ഏതായിരിക്കും? x1, y1 പ്ലസ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർഡേർഡ് പെയർ x2, y2. അപ്പോൾ z1 പ്ലസ് z2 ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇത് രണ്ട് നമ്മളെങ്ങനെ ആഡ് ചെയ്യാം? കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യാം. x1 പ്ലസ് x2, y1 പ്ലസ് y2. ഓക്കെ, ഈ സിംപ്ലി ദ കോമ്പോണന്റ് ഡെഫിനിഷൻ ഓഫ് വെക്ടർ അഡീഷൻ. ഇതിന്റെ മീനിങ് എന്താണ്? നമ്മൾ കോമ്പോണന്റ് വൈസ് വെക്ടർ അഡീഷൻ ആണ് ഇതിന്റെ മീനിങ്. ഓക്കെ, ദ വെക്ടർ ഇന്റർപ്രിറ്റേഷൻ ഓഫ് ദി സം z1 plus z2 is the vector shown in figure 1.2.3a as the main diagonal of a parallelogram whose initial point is the origin and the terminal point is x1 plus x2, y1 plus y2. ഓക്കെ, ഇതിന്റെ ഐഡിയ ഞാനൊരു ഫിഗർ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നിങ്ങൾ ഈ ഫിഗർ ശ്രദ്ധിക്കാം. ഓക്കെ, നോക്കൂ, ഈ ഫിഗറിൽ ഇവിടെ നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. ഒന്ന് ഏതാണ്? z1, ഒന്ന് ഏതാണ്? z2. നമുക്കിതിനെ രണ്ടിനും കൂടെ ആഡ് ചെയ്യണം. z1 plus z2 ഫൈൻഡ് ചെയ്യണം. അതിനുള്ള മെത്തേഡ് ഇതാണ്. നോക്കൂ, ഇതിന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെ ആയിരിക്കും? z1ന്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാം, അത് x1, y1. ഇതിന്റെ കോർഡിനേറ്റ്സ് ഏതായിരിക്കും? x2, y2. ഓക്കെ, ഇത് നോക്കൂ, നമ്മൾ ഈ രണ്ട് വെക്ടറിനെ ആഡ് ചെയ്യാൻ നമുക്കറിയാം. വെക്ടർ അഡീഷനിൽ ഒരു മെത്തേഡ് ഉണ്ട്, പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അതിന്റെ മെത്തേഡ് എന്താണ്? നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ ഈ വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഈ വെക്ടറിന് പാരലായിട്ട്, ഈ വെക്ടറിന്റെ സ്റ്റാർട്ടിംഗ് നിന്ന് ഇങ്ങനൊരു വെക്ടർ ഡ്രോ ചെയ്യും. ഓക്കെ, അപ്പൊ ഈ വെക്ടറിന് പാരലായിട്ട്, ഈ വെക്ടറിന് പാരലായിട്ട് തൊട്ടടുത്ത വെക്ടറിന്റെ ഹെഡ് നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനൊരു വെക്ടർ ഡ്രോ ചെയ്യും. അതേപോലെ ഈ വെക്ടറിന് പാരലായിട്ട് ഈ വെക്ടറിന്റെ ഹെഡ് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനൊരു വെക്ടർ ഡ്രോ ചെയ്യും. അപ്പൊ നോക്കൂ, ഇവിടെ രണ്ട് പുതിയ വെക്ടേഴ്സും കൂടി വന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പോയിന്റ് കിട്ടും നമുക്ക്. ആ പോയിന്റിലേക്ക് നമ്മൾ ഈ ഒറിജിന് ഒരു ഡയഗണൽ വരയ്ക്കാം. നോക്കൂ, ഇതൊരു പാരലോഗ്രാം അല്ലേ? ഓക്കെ, ഇതൊരു പാരലോഗ്രാം ആണ്. ഈ പാരലോഗ്രാമിന്റെ ഡയഗണൽ ഏതാണ്? ഇതാണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ ഡയഗണൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒറിജിനെയും ഈ പോയിന്റിനെയും കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ ആയിരിക്കും. ഇതാണ് എന്ത്? നമ്മുടെ z1ന്റെയും z2ന്റെയും സമ്മ്, z1 plus z2. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് ഏതായിരിക്കും? x1 plus x2, y1 plus y2. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? നമ്മുടെ ഈ രണ്ട് വെക്ടറിന്റെ സമ്മ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ സമ്മ് എന്ന് പറയുന്നത് ഏതാണ്? ഈ ഡയഗണൽ ആയിരിക്കും. ഒരു പാരലോഗ്രാമിന്റെ മെയിൻ ഡയഗണൽ ആയിരിക്കും. ഇതിന് നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? z2ഉം z1ഉം തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, the difference z2 minus z1 can be drawn either starting from the terminal point of the z1 and ending at the terminal point of z2. ഓക്കെ, ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ z1ന്റെ ടെർമിനൽ പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എവിടെ എൻഡ് ചെയ്യാം? z2ന്റെ ടെർമിനൽ പോയിന്റിൽ എൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആസ് എ പൊസിഷൻ വെക്ടർ whose initial point is the origin. പൊസിഷൻ വെക്ടറിന്റെ ഇനീഷ്യൽ പോയിന്റ് ഒറിജിൻ ആണ്. ടെർമിനൽ പോയിന്റ് ഈസ് x2 minus x1, y2 minus y1. ടെർമിനൽ പോയിന്റ് ഈ പോയിന്റ് ആയിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന പൊസിഷൻ വെക്ടർ ആയിരിക്കും ഇത് z2 minus z1. നമുക്ക് ഫിഗർ ഒന്ന് നോക്കാം. നിങ്ങൾ ഈ ഫിഗർ ഒന്ന് നോക്കുക. നമുക്കിവിടെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, ഒന്ന് z1ഉം ഒന്ന് z2ഉം. ഓക്കെ, നോക്കൂ, z1ന്റെ ടെർമിനൽ പോയിന്റ് ഇതാണല്ലോ. ഓക്കെ, എന്ന് പറയുമ്പോൾ അതിന്റെ ഹെഡ്
ഓക്കെ, ഈ ഇവിടുന്ന് Z1ന്റെ ടെർമിനൽ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതേപോലെ Z2ന്റെ ടെർമിനൽ പോയിന്റ് ഇതാണല്ലോ, അവിടെ നമ്മൾ എൻഡ് ചെയ്യാം. അങ്ങനത്തെ ഒരു പൊസിഷൻ വെക്ടർ അത് ഏതായിരിക്കും? ഇവിടുന്ന് Z1ന്റെ ടെർമിനൽ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാം, അതേപോലെ Z2ന്റെ ടെർമിനൽ പോയിന്റിൽ എൻഡ് ചെയ്യാം. അപ്പൊ ഇതല്ലേ വെക്ടർ, ഇതാണ് ഇത് Z2 - Z1. ഇനി മറ്റൊരു രീതിയിൽ നമ്മൾ പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒറിജിൻ, അതായത് 0 0യും x2 - x1 y2 - y1 എന്നുള്ള പോയിന്റ് ഇതാണ്. ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വെക്ടർ അല്ലെങ്കിൽ ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള പൊസിഷൻ വെക്ടർ ഇതാണ് എന്ത് നമ്മുടെ Z2 - Z1. നോക്കൂ, ഒരേ ഡയറക്ഷനിലാണ് Z2 - Z1. ഇത് രണ്ടും എന്താണ്, സെയിം വെക്ടർ ആണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ വെക്ടറിനെ ഇങ്ങോട്ടേക്ക് നീക്കി വെക്കാം. ഓക്കെ, ഇത് രണ്ടും ഒരേ ലെങ്ത് ഉള്ള ഒരേ ഡയറക്ഷനിലേക്കുള്ള രണ്ട് സെയിം വെക്ടേഴ്സ് ആണ്. ഇനി നമ്മുടെ കയ്യിൽ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. Z1 = x1 + iy1, Z2 = x2 + iy2. ഇതിന്റെ മീനിങ് എന്താണ്? രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. ഇത് നമ്മളുടെ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ്. ഓക്കെ, അപ്പൊ നോക്കൂ, ശരിക്കും ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ കോംപ്ലക്സ് നമ്പർ ഒരു പോയിന്റ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം, x1, y1, അടുത്തതിന് x2, y2. അപ്പൊ നോക്കൂ, ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്? മോഡുലസ് ഓഫ് Z2 - Z1 = √x2 - x1 whole square plus y2 - y1 whole square. ഓക്കെ, ഇതാണ് Z1 Z2 എന്നുള്ള രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, അപ്പോൾ മോഡ് Z2 - Z1 = √x2 - x1 whole square plus y2 - y1 whole square. നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. സെറ്റ് ഓഫ് പോയിന്റ്സ് ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ. Describe the set of points that in the complex plane that satisfy mod z = mod z - i. Okay, ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന കോംപ്ലക്സ് പ്ലെയിനിലുള്ള പോയിന്റ്സ്, അതായത് കോംപ്ലക്സ് നമ്പേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പൊ നോക്കൂ, ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മോഡ് z എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? മോഡ് z - 0 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അതായത് z എന്നുള്ള കോംപ്ലക്സ് നമ്പറും 0 തമ്മിലുള്ള ഡിഫറൻസ്. 0 എന്നുള്ള എന്നുള്ള കോംപ്ലക്സ് നമ്പർ, അപ്പൊ z എന്നുള്ള കോംപ്ലക്സ് നമ്പറും 0 എന്നുള്ള കോംപ്ലക്സ് നമ്പറും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് ശരിക്കും എന്ത്, മോഡ് z. ഇനി മോഡ് z - iന്റെ മീനിങ് എന്താ? z എന്നുള്ള കോംപ്ലക്സ് നമ്പറും i എന്നുള്ള കോംപ്ലക്സ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഞാൻ അതിനെ അതേപോലെ എഴുതി, മോഡ് z - i. അപ്പൊ നോക്കൂ, ഏതോ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചധികം കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. ആ കോംപ്ലക്സ് നമ്പേഴ്സ് 0ലേക്കുള്ള ഡിസ്റ്റൻസും ഐയിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കണം. അതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. നമുക്ക് ഇതിന് എന്ത് യൂസ് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്താൽ മതി. ശരിക്കും മോഡ് z - 0 എന്ന് എന്താ? മോഡ് z ആണല്ലോ. മോഡ് zന്റെ ഇക്വേഷൻ നമുക്കറിയാം, എന്താണ്? √x² + y² = ശരിക്കും ഇവിടെ മോഡ് zന്റെ മീനിങ്, ഓക്കെ, മോഡിനകത്ത് ഓക്കെ z എന്ന് പറഞ്ഞാൽ x + iy ഉണ്ട്, പിന്നെ ഇവിടെ -i ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇതിനൊന്ന് നമ്മൾ എക്സിന് എഴുതി. ഓക്കെ, പിന്നെ i ഉള്ള ടേമിൽ y ഉണ്ട്, ഇവിടെ അതിൻ്റെ അടുത്ത് -1 ഉണ്ട്. അപ്പോൾ y - 1 എഴുതാൻ വേണമെങ്കിൽ, ഓക്കെ, y - 1i. ഓക്കെ, നോക്കൂ, ഇത് x + iy ഫോമിലേക്ക് മാറി. അപ്പൊ നോക്കൂ, ഈ കോംപ്ലക്സ് നമ്പറിന്റെ നോക്കൂ, ഈ z ഉം i തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നോക്കൂ, ഈ കോംപ്ലക്സ് നമ്പറിന്റെ ലെങ്ത് കണ്ടാൽ മതി, എന്ന് പറയുമ്പോൾ ഇതിന്റെ മോഡുലസ് കണ്ടാൽ മതി. അപ്പൊ നോക്കൂ, ഇതിന്റെ ലെങ്ത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? x² + y - 1 whole square. ഓക്കെ, നോക്കൂ, രണ്ട് സൈഡിലും റൂട്ട് ഉണ്ട്, രണ്ട് സൈഡിലും നമ്മൾ ഒരേ സമയം സ്ക്വയർ എടുക്കാം. ഓൺ സ്ക്വയറിങ് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ സ്ക്വയർ എടുക്കുമ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്ന് റൂട്ട് പോകും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? x² + y² = ഇവിടെ x² + y - 1 whole square. ഓക്കെ, നോക്കൂ, x² + y² = ഇവിടെ x² ഇത് a - b whole square അല്ല, നമുക്ക് a² - 2ab + b² വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. നമുക്ക് y² - 2 × y × 1 എന്ന് പറയുമ്പോൾ 2y പ്ലസ് 1² എന്ന് പറയുമ്പോൾ 1. നോക്കൂ, ഇനി ഇക്വേഷന്റെ ഒരേ സൈഡിൽ രണ്ട് സൈഡിലും ഒരേപോലെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. x² y² x² y². ഓക്കെ,
അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 0 ആണുള്ളത്. ഓക്കെ, റൈറ്റ് സൈഡിൽ -2y + 1. ഓക്കെ, ഞാൻ ഈ -2y ലെഫ്റ്റിലേക്ക് എടുത്തു. അപ്പോൾ ഇത് +2y ആയി. റൈറ്റ് സൈഡിൽ 1 ഉണ്ട്. ഇത് നോക്കൂ, y = ഈ 2നെ അങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 1/2 എന്ന് കിട്ടി. അപ്പോൾ y 1/2 ആവുന്ന കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് എക്സിന് നമുക്ക് എന്തും കൊടുക്കാം. കാരണം എക്സിന് ഇവിടെ പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും കിട്ടിയിട്ടില്ല. y എന്നുള്ള നമ്പർ കോംപ്ലക്സ് നമ്പറിലെ x + iy y വാല്യൂ 1/2 ആവുന്ന കോംപ്ലക്സ് നമ്പേഴ്സ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, നമ്മുടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമ്മുടെ കോംപ്ലക്സ് നമ്പർ z ഏതായിരിക്കും? z = x + i × y ന്റെ സ്ഥാനത്ത് 1/2 എഴുതണം. i × 1/2 അല്ലെങ്കിൽ 1/2 എന്ന് എഴുതാം. 1/2i x + 1/2i. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ. ഓക്കെ, നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു കോംപ്ലക്സ് നമ്പർ അല്ല, ഇത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. എനിക്ക് എക്സിന് എന്ത് നമ്പറും കൊടുക്കാം. 1 കൊടുത്താൽ 1 + 1/2i, 3 കൊടുത്താൽ 3 + 1/2i, -2 കൊടുത്താൽ -2 + 1/2i. അങ്ങനെ എക്സിന് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുന്നോ അത്രയും നമ്പർ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്.